friends, welcome to my channel Commerce Tips. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Today we are discussing about the basic terms in accounting. So the first term is entity. Entity means a thing that has a definite individual existence. That means a person, partnership, organization or business have a separate and legal identifiable existence. That means examples are Super Bazaar, Asian Paints, etc. These all organizations have a separate legal and identifiable existence. When accounting system is revised with a business entity, it is called as accounting entity. That means entity എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് യൂണിറ്റിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ അല്ലെങ്കിൽ ഐഡന്റിഫയബിൾ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പേഴ്സൺ, പാർട്ട്ണർഷിപ്പ് ഇവരെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി എൻറ്റിറ്റി എന്ന് പറയാറ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂപ്പർ ബസാർ ഓർ ഏഷ്യൻ പെയിന്റ്സ് ഇവർക്കെല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ടാവും. ബോത്ത് ലീഗൽ ആൻഡ് ഐഡന്റിഫയബിൾ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് ഡിവൈസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? അക്കൗണ്ടിങ് എൻറ്റിറ്റി ആയിട്ട് മാറും. സോ എൻറ്റിറ്റി മീൻസ് a separate business organization or a firm which has a separate identifiable existence. Example Super Bazaar. These when accounting system is divided with the business entity, it is called accounting entity. Second term is transaction. We already heard about the word transaction. Transaction is an agreement between two persons. That means a buyer and seller. So transaction is an agreement between buyer and seller to exchange goods, services, financial instruments, etc. So transaction may be in cash or in credit. Examples are purchase of goods, payment to creditor, etc. So transaction എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള വേർഡ്സ് ആണ് ട്രാൻസാക്ഷൻ. സോ ഇനി അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യറും സെല്ലറുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ്. ദാറ്റ് മീൻസ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുക, സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുക. അത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആവാം. സോ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് മണി, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. Next we discuss about assets. Assets are considered as the economic resources of an enterprise that is usually expressed in monetary terms. Asset signifies all kinds of resources that helps to generate revenues as well as receivables. So examples of assets include land and building, machinery, cash in hand, etc. These items are shown on the asset side of the balance sheet. Balance sheet include two sides, that is assets and liabilities. Some common types of assets are current assets, non-current, physical, tangible, operating and non-operating assets. So assets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആസ്തി എന്ന് പറയും. അതായത് നമ്മുടെ അസറ്റ്സ് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ്. അതായത് നമുക്ക് ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യും, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലുണ്ടാവും. അതിനൊക്കെ യൂഷ്വലി നമ്മൾ അസറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അസറ്റ്സിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി ഒക്കെ. ഇതെല്ലാം ഈ ഐറ്റംസ് യൂഷ്വലി നമ്മൾ അസറ്റ് സൈഡ്, അതായത് ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡ് ഉണ്ട്, അസറ്റ്സും ഉണ്ട് ലയബിലിറ്റി ഉണ്ട്. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഈ അസറ്റ്സ് തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അസറ്റ്സ്. അതിൽ കറണ്ട് അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി 1 ഇയറിനുള്ളിൽ, ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ 1 ഇയറിനുള്ളിൽ തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് കറണ്ട് അസറ്റ്. ഈ നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി ഒക്കെ ഫിക്സഡ് ആണ്. നമ്മൾ പെട്ടെന്ന് ക്യാഷ് ആക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ആണ്. ഫിസിക്കൽ ഓർ ഇൻടാൻജിബിൾ. ടാൻജിബിൾ മീൻസ് നമുക്ക് കാണാൻ പറ്റും, സീൻ ആൻഡ് ടച്ച്. ഇൻടാൻജിബിൾ മീൻസ് വിച്ച് കനോട്ട് ബി സീൻ, നമുക്ക് കാണാൻ പറ്റാത്ത അസറ്റ്സിനെ
ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്പറേറ്റിംഗ് അസറ്റ്സും നോൺ ഓപ്പറേറ്റിംഗ്. മീൻസ് ഓപ്പറേറ്റിംഗ് ആയിരിക്കും, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വർക്കിംഗ് ആയിരിക്കും. നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് അതിൽ നിന്ന് നമുക്ക് പർട്ടിക്കുലർ ക്യാഷ് ഒന്നും റിസീവ് ചെയ്യില്ല. അങ്ങനെയുള്ള അസറ്റ്സിനാണ് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ്. ഈ ഡീറ്റെയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സിന്റെ വീഡിയോ, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ അസറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അസറ്റ്സ് ആർ കൺസിഡേർഡ് ആസ് എ economic resources of the enterprise. It is usually expressed in monetary terms. It includes all resources of the firm that helps to generate revenue as well as receivable. Examples are land and building, machinery, etc. These items are usually shown in the asset side of the balance sheet, and the classification of assets are current, non-current, physical or tangible, intangible, operating and non-operating assets. Next term is liabilities. Liabilities are the obligation or debts that a business organization has to pay in future. Or liabilities are considered as the debts of the company, whether it is a bank loan, mortgage, unpaid bill, overdraft, loan, debt. These are considered as the liabilities. Liabilities are classified into two: current liabilities and non-current liabilities. Liabilities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാധ്യതകൾ, ദാറ്റ് മീൻസ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലോൺ എടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തിട്ട് അത് പേയ്മെന്റ് നടത്തിയിട്ടില്ല. ദീസ് ഓൾ ആർ കൺസിഡേർഡ്. ഇതെല്ലാം നമ്മൾ ലയബിലിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്സ് ആണ്, അതായത് നമ്മുടെ കടങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസ് ക്ലാസിഫൈഡ് ഇൻടു ടു: current liabilities and non-current liabilities. Examples are loan, mortgages, etc. Capital. Capital is the amount invested by the owner of the firm. Capital may be brought in the form of cash or in assets. Capital is shown on the liability side of the balance sheet. We all know that balance sheet have two sides. One is asset and other is liability. Capital is shown in the asset side, liability side of the balance sheet. So, amount brought by the owner is known as capital. It may be brought in the form of cash or in assets. It is shown on the liability side of the balance sheet. Capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ക്യാഷ് ഓർ അസറ്റ്സിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഈ ക്യാപിറ്റൽ നമ്മൾ യൂഷ്വലി ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. Drawings. Drawings means withdrawal of money or goods by the owner for his personal use. It reduces the investment of the owners and it is a temporary account and it is cleared at the end of each year. It is shown in the liability side of the balance sheet. That is, drawing means withdrawal of money by the owner for his personal use, shown on the liability side of the balance sheet, and it is cleared at the end of each accounting year and it reduces the investment of the firm. Drawings എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ ക്യാഷ് ഓർ ഗുഡ്സ് സ്വന്തം യൂസിന് വേണ്ടി, പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ഈ ഡ്രോയിങ്സ് സ്വന്തം യൂസിന് വേണ്ടി ക്യാഷ് എടുക്കുമ്പോൾ ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു ടെമ്പററി അക്കൗണ്ട് ആണ്. അത് എല്ലാ വർഷവും ഓരോ അക്കൗണ്ടിങ് ഇയറിലെ എൻഡിലും അത് ക്ലോസ് ചെയ്യും. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. These are the basic terms in accounting. Thank you for watching the channel.